ശബരിമലയിലെ ദ്വാരപാലക പീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ കണ്ടെത്തിയതും ഹൈക്കോടതി അന്വേഷിക്കും. വിരമിച്ച ജില്ലാ ജഡ്ജിക്ക് അന്വേഷണ ചുമതല. തിരുവാഭരണ രജിസ്റ്ററും പരിശോധിക്കാൻ ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ ഗൂഢാലോചന സംശയിച്ച് ദേവസ്വം മന്ത്രി. ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള ആസൂത്രണമെന്ന് PS പ്രശാന്ത്. IS റിക്രൂട്ട്മെന്റ് കേസ് പ്രതികൾക്ക് 8 വർഷം കഠിന തടവ്. ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് കൊച്ചി NIA കോടതി. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീനും ഷെയ്ഖ് ഹിദായത്തുള്ളയും കാർ ബോംബ് കേസിലും പ്രതികൾ. ആലപ്പുഴ അരൂരിൽ നിർധന കുടുംബത്തോട് സ്വകാര്യ ബാങ്കിന്റെ ക്രൂരത. വായ്പയെടുത്ത 6 ലക്ഷത്തിന്റെ അടവ് മുടങ്ങിയതോടെ പിൻവാതിൽ പൊളിച്ച് ജപ്തി നോട്ടീസ് പതിച്ചു. മറൈൻ ഡ്രൈവിലെ DCB ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് 6 ലക്ഷം രൂപ. സാവകാശം നൽകാൻ ബാങ്ക് തയ്യാറായില്ലെന്ന് കുടുംബം. മെഗാസ്റ്റാർ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക്. മഹേഷ് നാരായൺ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി മമ്മൂട്ടി ഹൈദരാബാദിലേക്ക്. അഭിനയ രംഗത്തേക്കുള്ള മമ്മൂട്ടിയുടെ മടങ്ങിവരവ് 7 മാസങ്ങൾക്ക് ശേഷം. ആവേശത്തിൽ ആരാധകർ. ഇന്ന് ലോക ഹൃദയ ദിനത്തിൽ അവയവദാനത്തിന്റെ മഹത്വം പ്രചരിപ്പിച്ച് News 18 ക്യാമ്പയിൻ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിതാനുഭവങ്ങൾ വിവരിച്ച് അവയവം സ്വീകരിച്ചവർ. അവയവദാനത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ച് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. News 18 ഡിബേറ്റിലെ പ്രിന്റു മഹാദേവിന്റെ കൊലവിളി പരാമർശത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രിന്റുവിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രിന്റുവിനെതിരെ കേസ്. ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായിട്ടും ഇന്ത്യൻ ടീമിന് ട്രോഫി നൽകാത്തതിൽ പ്രതിഷേധം. പാകിസ്ഥാൻ മന്ത്രിയായ ACC ചെയർമാനെതിരെ കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ. ICCയെ സമീപിക്കുമെന്ന് BCCI. ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂരെന്ന് പ്രധാനമന്ത്രി. ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിന് നിയോഗിച്ചു. സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന പരാതിയിൽ വമ്പൻ ട്വിസ്റ്റും ദുരൂഹതയും. പീഠം സമർപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം പിടിച്ചെടുത്തത്. ഇതിൽ വിശദ അന്വേഷണത്തിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ പരിശോധിച്ച് കണക്കെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട്. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിന് പുറമെ ദേവസ്വം വിജിലൻസും അന്വേഷണം തുടരണമെന്നും കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നു. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും. പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അവന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസ് ആണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്. അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. സ്വർണ്ണപീഠം കാണാതായതിന്റെ പേരിൽ പഴികേട്ട സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാകുന്നതാണ് പുതിയ കണ്ടെത്തൽ. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നാണ് ബോർഡിന്റെയും സർക്കാരിന്റെയും സംശയം. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്?
ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ വിവരം കോടതിയെ അറിയിച്ചില്ലെന്ന ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിന്റെ പരിശോധനയ്ക്കിടെയാണ് ശില്പങ്ങൾക്കൊപ്പം സ്വർണ്ണപീഠം സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് കാണാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ അറിയിച്ചത്. സ്വർണ്ണപീഠം സമർപ്പിച്ചതിന് ഒരു രേഖകളും ദേവസ്വം ബോർഡിന് പക്കലില്ലാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പറയുന്നത് ബോർഡ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാണാനില്ലെന്ന് പറഞ്ഞയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ ഒടുവിൽ പീഠം കണ്ടെത്തുകയും ചെയ്തു. പീഠം എവിടെയാണെന്ന് അറിയാമായിരുന്നിട്ടും കാണാനില്ലെന്ന് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ പറഞ്ഞെന്ന കാര്യത്തിലാണ് ദുരൂഹത. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരെ നിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട്. മേൽശാന്തി നറുക്കെടുപ്പിന് നിരീക്ഷകൻ മേൽനോട്ടം വഹിക്കണം. നറുക്കെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്യണം. അടുത്ത മേൽശാന്തി നറുക്കെടുപ്പിന് മുന്നോടിയായി സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. IS റിക്രൂട്ട്മെന്റ് കേസിൽ തമിഴ്നാട് സ്വദേശികൾക്ക് 8 വർഷം കഠിന തടവ്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കൊച്ചി NIA കോടതി ശിക്ഷിച്ചത്. ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ഇരുവരും ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇത് 2017-18 കാലയളവിൽ ഉണ്ടായ കേസാണ്. IS-ലേക്ക് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ആശയം പ്രചരിപ്പിക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക, ഇതായിരുന്നുവല്ലോ. എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതാണല്ലോ. ഇപ്പോൾ ശിക്ഷാവിധിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ, 8 വർഷം കഠിന തടവാണ് രണ്ടുപേർക്കും വിധിച്ചിരിക്കുന്നത്. ഇതിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കാലയളവ് അതിൽ ശിക്ഷാ കാലയളവായിട്ട് തന്നെ കരുതും. ആ രീതിയിൽ കൊണ്ടാണ് ശിക്ഷയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേർക്കും കഠിന തടവാണ് കൊച്ചി NIA കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിച്ചിരിക്കുന്നത്. ഇതിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 40ഓളം സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്തരിക്കുകയും ചെയ്തിരുന്നു. ഇവർ 2013 മുതൽ തന്നെ ഈ മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറയുന്നയാൾ 2013 മുതൽ ഈ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹിദായത്ത് അബ്ദുള്ള എന്ന് പറയുന്നയാളും ഇയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്കടക്കമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സിറിയയിലേക്കായിരുന്നു പ്രധാനമായിട്ട് തന്നെ ഇവർ റിക്രൂട്ട്മെന്റ്, ഈ യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് ഇടനിലക്കാരമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് UAPA നിയമപ്രകാരമുള്ള വകുപ്പുകൾ, 2 വകുപ്പുകളും അതോടൊപ്പം തന്നെയാണ് കുറ്റകരമായ ഗൂഢാലോചന 128B പ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ മുഹമ്മദ് അസറുദ്ദീനെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട്. അത് ഈ കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രതി തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ജയിലിൽ സന്ദർശിക്കുകയും ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് എന്ന് NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അസറുദ്ദീൻ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിൽ NIA കോടതി കണ്ടെത്തിയിരിക്കുന്ന ഇവർക്ക് ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങൾ ഇതെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിക്ഷാവിധി പൂർത്തിയായിരിക്കുന്നത്. IS റിക്രൂട്ട്മെന്റ് കേസിൽ 2 പ്രതികൾക്കും 8 വർഷത്തെ കഠിന തടവാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴ അരൂരിൽ നിർധന കുടുംബത്തോട് സ്വകാര്യ ബാങ്കിന്റെ ക്രൂരത. അരൂർ സ്വദേശി തങ്കരാജുവിന്റെ വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് DCB ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചത്. എറണാകുളം മറൈൻ ഡ്രൈവ് DCB ബാങ്കിൽ നിന്ന് 2022 വായ്പയെടുത്ത 6 ലക്ഷം രൂപയിൽ 1 ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടവ് മുടങ്ങിയിരുന്നു. പണമടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ അനുവദിച്ചില്ല. ലാണ് മറൈൻ ഡ്രൈവ് DCB ബാങ്കിൽ നിന്നും തങ്കരാജ് 6 ലക്ഷം രൂപ ലോൺ എടുത്തത്. 1 ലക്ഷത്തിലധികം തിരിച്ചടയ്ക്കുകയും ചെയ്തു. 15 വർഷത്തിനുള്ളിൽ ലോൺ അടച്ചു തീർക്കാനായിരുന്നു എഗ്രിമെന്റിലുള്ളത്. അതിനിടയിലാണ് അപകടത്തിൽ തങ്കരാജിന്റെ ഇടത്തെ കാല് നഷ്ടപ്പെടുന്നത്. പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമായി. ശനിയാഴ്ച വൈകിട്ടാണ് ബാങ്കിൽ നിന്നും അധികൃതരെത്തി വീടിന്റെ പുറകുവശം പൊളിച്ച്
ഉള്ളിൽ കയറി വീട് പൂട്ടിക്കൊണ്ടുപോയത്. തങ്കരാജിനോടും ഭാര്യയോടും വീട്ടിൽ നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കുറച്ച് പണമെങ്കിലും അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടുവെങ്കിലും അത് സമ്മതിച്ചില്ല എന്ന് തങ്കരാജ് പറയുന്നു. നമ്മുടെ ഈ കാലാവധി 15 വർഷമാണ്. അപ്പം ഞങ്ങൾ ഈ 15 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച് തീർത്തോളാം. അത് നിങ്ങൾ തോന്നിയ പോലെ അടച്ചാൽ പറ്റിയില്ല, ഇത് കറക്റ്റായിട്ട് അടക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ജീവിക്കാൻ. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും ഇതായത്. അവരൊന്നും അത് കേൾക്കാണ്ട് വന്ന് അവർ പലപ്പോഴുമായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ചു. ബാങ്കിന്റെ അഭിഭാഷകരും അധികൃതരും ഭീഷണിപ്പെടുത്തിയെന്ന് ഭാര്യ കുസുമം പറഞ്ഞു. മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് ഈ കുടുംബം. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയ വേറെ കുടുംബം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒഴിപ്പിക്കരുതെന്നുണ്ടല്ലോ. നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങൾ ഇരിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അവർ പുറകുവശം പൊളിച്ചപ്പോൾ സാറെ പൊളിക്കല്ലേ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾക്കൊരു നിർദ്ധനരാണ്, ഞങ്ങൾ പൊളിക്കല്ലേ നിങ്ങൾ പറഞ്ഞു. പൊളിച്ചവരകത്ത് കയറിയിട്ടു പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ആലപ്പുഴ MP KC വേണുഗോപാലും മുൻ MP AM ആരിഫും വനിതാ കമ്മീഷനും ഉൾപ്പെടെ ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവർ ഫോൺ എടുത്തിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കിന് പോലും വില നൽകാത്ത DCB ബാങ്കിന്റെ ഗുണ്ടായിസമാണ് ഈ വീട്ടിൽ കണ്ടതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആതിര മേനോൻ പറഞ്ഞു. അതായത് നമ്മൾ 2 ദിവസത്തെ സാവകാശം ചോദിച്ചപ്പം ഇത് എൻ്റെ ഡിസ്ക്രിഷനാണ് എന്നുള്ള ഒരു ഇതിലാണ്, ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല. പിന്നെ ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നതും, അതായത് നമുക്ക് ജപ്തി നടപടികൾ ഒരു വീടുള്ളവർക്ക് അല്ലെങ്കിൽ 2 സെന്റ് ഭൂമിയിലുള്ളവർക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സർഫ്രാക്സി ആക്ടിന്റെ പിൻബലത്തിൽ ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ നിന്നും ഈ അനുകൂല നിലപാട് ലഭിക്കുവാൻ വൈകിയാൽ ഈ ബാങ്ക് അധികൃതർ വീട്ടിൽ നിന്നും ഇറക്കി വിടുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ഈ വയോധികർ ജീവിക്കുന്നത്. മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക്. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മടങ്ങിവരവിൽ അദ്ദേഹം ആദ്യം അഭിനയിക്കുക. ഒക്ടോബർ 1 ബുധനാഴ്ച ചിത്രീകരണത്തിന് തുടക്കമാകും. 7 മാസങ്ങൾക്കിപ്പുറം മമ്മൂട്ടി വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് സിനിമാ ലോകവും ആരാധകരും. നിർമ്മാതാവായ ആൻഡോ ജോസഫാണ് തിരിച്ചുവരവിന്റെ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചത്. മലയാളികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അഥവാ മമ്മൂട്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ തിരിച്ചെത്തുകയാണ്. വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള നിർമ്മാതാവായ ആൻഡോ ജോസഫ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ഷൂട്ടിങ്ങിന് എത്തുന്നത്. ഹൈദരാബാദിലാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. സംവിധായകനായ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുക. ആ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇടവേളയെടുത്തത്. ആ 7 മാസത്തിന് ശേഷം വീണ്ടും എത്തുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് പേട്രിയറ്റ്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരും മമ്മൂട്ടിയോടൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ പുറത്തു വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് പേട്രിയറ്റ് എന്നാണ് പറയുന്നത്. ഏതായാലും മമ്മൂട്ടി തിരിച്ചെത്തുന്നു എന്നൊരു സന്തോഷമാണ് ഇപ്പോൾ ആരാധകരെയും ആവേശത്തിലാഴ്ത്തിയിരിക്കുന്നത്. മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. വാനോളം മലയാളം ലാൽ സലാം എന്ന പേരിൽ ശനിയാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് നടക്കുക. മോഹൻലാലിനെ മുഖ്യമന്ത്രി ആദരിക്കും. സിനിമാ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രിക്കഴകത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ വിജയ് പ്രസംഗിക്കുന്ന സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് TVK കത്ത് നൽകിയിരുന്നതായാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആവശ്യം നിഷേധിച്ചതായും ചീഫ് എഞ്ചിനീയർ രാജലക്ഷ്മി വ്യക്തമാക്കി. TVK നൽകിയ കത്തും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നായിരുന്നു TVKയുടെ ആരോപണം. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഇത് വളരെ ഗുരുതരമായ കാര്യമാണല്ലോ. ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെക്കുറിച്ച് പരസ്പര ആരോപണങ്ങളുണ്ട്. പക്ഷേ ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ കത്ത് തന്നെ പുറത്തുവിടുമ്പോൾ ഇത് TVKക്ക് നേരെയല്ലേ കാര്യങ്ങൾ തിരിയുന്നത്?
തീർച്ചയായിട്ടും മഞ്ജുഷ്, TVKയുടെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജിക്കെതിരെ വിജയ് പ്രസംഗിക്കുകയും ഈ സമയത്ത് പ്രദേശത്തുള്ള വൈദ്യുതി മനഃപൂർവ്വം കട്ട് ചെയ്യുകയുമായിരുന്നു എന്നാണ്. ഈ വൈദ്യുതി കട്ട് ചെയ്തതിന് പിന്നാലെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തുകയും അതുപോലെ തന്നെ ചില സാമൂഹിക വിരുദ്ധർ ഈ ആൾക്കൂട്ടത്തിനിടയിൽ കടന്നു കയറുകയും കല്ലേറും അതുപോലെ തന്നെ വിജയ്ക്ക് നേരെ ചെരുപ്പേറ് നടത്തുകയും ചെയ്തു എന്നായിരുന്നു TVK ആരോപണം ഉന്നയിച്ചത്. വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് TVK ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഇപ്പോൾ നിലവിൽ ആ ഹർജി TVK സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് വച്ചിരിക്കുകയാണ്. ഇന്നായിരുന്നു പരിഗണിക്കുമെന്ന് വിവരം ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ TVKയുടെ മുൻ ആരോപണങ്ങളെ എല്ലാം പാടെ തള്ളുന്നതാണ് ഇപ്പോൾ സംസ്ഥാന വൈദ്യുതി വകുപ്പിന്റെ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. TVK ആദ്യം മുതൽ തന്നെ ഈ വൈദ്യുതി വകുപ്പിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വൈദ്യുതി വകുപ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പ്രദേശത്തുള്ള വൈദ്യുതി അത് ഒരിക്കലും ഓഫ് ചെയ്തിട്ടില്ല. വിജയ് പ്രസംഗിക്കാനായി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അപകടകരമായിട്ടുള്ള രീതിയിൽ ചില മരങ്ങൾക്ക് മുകളിലും അതുപോലെ തന്നെ പോസ്റ്റുകൾക്ക് മുകളിലും കയറിയിരുന്ന ചില ആളുകളെ താഴെ എത്തിക്കാൻ വേണ്ടി കുറച്ചു നേരം വൈദ്യുതി കട്ട് ചെയ്തിരുന്നു. അല്ലാതെ വിജയ് സംസാരിക്കാൻ എത്തിയ സമയത്ത് വൈദ്യുതി ഓഫ് ചെയ്തിരുന്നില്ല. ഈ സമയത്ത് ഈ TVK അവർ ജനറേറ്റർ വഴി പ്രവർത്തിച്ചിരുന്ന ചില വൈദ്യുതി വിളക്കുകൾ അവിടേക്ക് കൊണ്ടുവന്ന ചില ബാറ്ററി വഴിയും ജനറേറ്റർ വഴിയും പ്രവർത്തിക്കുന്ന ചില വൈദ്യുതി വിളക്കുകൾക്കാണ് തകരാറ് സംഭവിച്ചത്. ഇത് കാരണമാണ് പ്രദേശത്ത് ചില ഇരുട്ടിൻ്റെ പ്രശ്നമുണ്ടായതെന്നുമാണ് വൈദ്യുതി വകുപ്പ് പറഞ്ഞിരുന്നത്. അല്ലാതെ ഈ ചിത്രങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്നും തന്നെ വ്യക്തമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകളാണെങ്കിലും സമീപത്തെ കെട്ടിടങ്ങളിലെ ലൈറ്റുകൾ ഒന്നും തന്നെ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഓഫ് ചെയ്തിരുന്നില്ല എന്ന് മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു. ഇപ്പോൾ വൈദ്യുതി വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള രാജലക്ഷ്മിയാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ TVK ഇത്തരത്തിൽ വൈദ്യുതി വിജയ് പ്രസംഗിക്കുന്ന സമയം 12 മണി മുതൽ തുടങ്ങുന്ന ചടങ്ങിൽ വിജയ് പ്രസംഗിക്കുന്ന സമയത്ത് സേഫ്റ്റി കൺസേൺസ്, അതായത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ കുറച്ച് സമയത്തേക്ക് വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ 26-ാം തീയതി സമർപ്പിച്ചിരുന്നതായി പറയുന്നു. എന്നാൽ 27-ാം തീയതി ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ആവശ്യം നിരാകരിച്ചിരുന്നതായിട്ടും ഈ ചീഫ് എഞ്ചിനീയർ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും TVKയുടെ ആദ്യത്തെ ആരോപണങ്ങളെ പാടെ തള്ളുന്ന ഒരു ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം ഉൾപ്പെടെ ഹൈക്കോടതി ഇനി ഹർജി വെള്ളിയാഴ്ച കേൾക്കുമ്പോൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തെളിവുകൾ, പുറത്തുവിട്ട തെളിവുകളെല്ലാം ആധികാരികമാണെങ്കിൽ TVKയുടെ മുൻ ആരോപണങ്ങൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണെന്നുള്ള ചോദ്യം ഉയരും. TVK കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. മഞ്ജു. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേരള നിയമസഭ. SIR നടപടികൾ ഉപേക്ഷിക്കണമെന്നും സുതാര്യമായി പട്ടിക പരിഷ്കരിക്കണമെന്നും നിയമസഭ കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി പൊടി തട്ടിയെടുക്കാനുള്ള നീക്കമാണ് SIR എന്ന് പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബീഹാറിലെ SIR സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ തിടുക്കപ്പെട്ടുള്ള നടപടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം എന്ന ആശങ്കയും പ്രമേയത്തിലുണ്ട്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെയാണ് പാസാക്കിയത്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ്. ബീഹാറിൽ നടന്ന SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ്. പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ SIR പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിഴലിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ നടക്കാനിരിക്കുകയാണ്.
അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. 1987 ശേഷം ജനിച്ചവർ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൗരത്വ രേഖ കൂടി നൽകിയാലേ വോട്ടറാകൂ എന്ന SIRലെ നിബന്ധന നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ്. 2003 ശേഷം ജനിച്ചവർ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൗരത്വ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടറാവൂ എന്നും നിഷ്കർഷയുണ്ട്. രേഖകളില്ലാത്തതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 326 പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ്. ഓപ്പറേഷൻ നുങ്ഖോറിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കസ്റ്റംസ്. വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. കോയമ്പത്തൂർ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. ഇതുവരെ 39 വാഹനങ്ങളാണ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ നുംകൂറിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ കസ്റ്റംസ് തുടരുകയാണ്. ഇപ്പോൾ പ്രധാനമായും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈ കേന്ദ്രമാക്കിയും ബാംഗ്ലൂരു കേന്ദ്രമാക്കിയും എല്ലാം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിലും ബംഗളൂരുവിലുമുള്ള ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. മറ്റൊന്ന്, ഇതിൽ പ്രധാനമായും തന്നെ കസ്റ്റംസ് സംശയിക്കുന്നത് കാറുകൾ അത് കേരളത്തിൽ നിന്ന് കടത്തിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തിയിട്ടുണ്ട്. കാരണം 188ഓളം കാറുകളാണ് ഈ രീതിയിൽ കസ്റ്റംസ് ഇവിടെ മതിയായ രേഖകളില്ലാതെ കേരളത്തിൽ വിപണനം നടത്തിയിട്ടുള്ളത്, അനധികൃതമായി ഇത് ഉപയോഗിക്കുന്നു എന്നെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഏതാണ്ട് 38-39ഓളം കാറുകളെക്കുറിച്ച് മാത്രമാണ് വ്യക്തമായ വിവരമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റു കാറുകൾ എവിടെയാണെന്നോ എന്താണെന്നോ സംബന്ധിച്ച് കസ്റ്റംസിന് യാതൊരു അറിവും ഇക്കാര്യത്തിലില്ല. അതുകൊണ്ട് പ്രധാനമായും സംശയിക്കുന്നത് ഈ കാറുകൾ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന കർശനമാക്കാനായിട്ട് DGPക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ആഭ്യന്തര ക്രമസമാധാന ചുമതലയുള്ള DGPക്കാണ് ഈ കത്ത് നൽകിയതെന്ന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ കൂടി സഹായം തേടിക്കൊണ്ട് പരിശോധനകൾ കർശനമാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ആ രീതിയിലുള്ള ഒരു കാറുകൾ, സംശയാസ്പദമായ രീതിയിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതായിട്ട് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടിയും പരിശോധനകൾ ശക്തമാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ആ രീതിയിൽ കസ്റ്റംസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത മഹീൻ അൻസാരിയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട്. ഇയാളിൽ നിന്നാണ് ഇടനിലക്കാരെ സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. അവരിലേക്ക് കൂടി അന്വേഷണം ദീർഘിപ്പിക്കുകയാണ്. ഒപ്പം തന്നെയും ഈ ഡൽഹി കേന്ദ്രീകരിച്ച് വിപണനം നടത്തുന്ന ചിലരെക്കുറിച്ച് അവരാണ് കൂടുതലായും ഈ കാറുകൾ എല്ലാം തന്നെ ഭൂട്ടാനിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് പ്രഥമ നേതൃത്വം നൽകുന്നത് അവരാണെന്നുള്ളൊരു വിവരമാണ്. ഇവരെ കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം തുടരുകയാണ്. ഈ തൻ്റെ കാറുകൾ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദുൽഖർ സൽമാൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കസ്റ്റംസിൻ്റെ വിശദീകരണവും ഹൈക്കോടതി തേടിയിട്ടുണ്ട്. ന്യൂസ് 18 ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളിയിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രിന്റുവിന്റെ തൃശൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കയറുമെന്ന പരാമർശത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരുന്നു. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ MC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി
പ്രതിപക്ഷ നേതാവ് വെടിവെച്ചോലും ഒന്നും പറയുന്നത് നീ ആളായിട്ടില്ല. കേട്ടോ? കഴിഞ്ഞ ദിവസം ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലായിരുന്നു പിന്റു മഹാദേവന്റെ വിവാദമായ പരാമർശം. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കയറുമെന്നായിരുന്നു പിന്റു മഹാദേവൻ പറഞ്ഞത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇത് അമിത്ഷായ്ക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തയക്കുമെന്ന് വ്യക്തമാക്കി. മുൻപ് പലവട്ടം രാഹുൽ ഗാന്ധിക്ക് നേരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് നേരെ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ RSSും BJPയുമാണെന്ന ആക്ഷേപം ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു വിഷയം വീണ്ടും കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധത്തിന് ഉപയോഗിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് എന്നതുകൂടി പിന്റു മഹാദേവന്റെ ഈ പരാമർശങ്ങളോട് കൂടി ചേർത്ത് പറയുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ കേരളത്തിലും വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസും ഉയർത്തുന്നത്. ഇത് എന്തുകൊണ്ട് പിന്റു മഹാദേവന്റെ പരാമർശത്തിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. അതായത് ഒരേ സമയം BJPക്കും അതേസമയം കേരളത്തിൽ CPMനുമെതിരെ ഈ ഒരു വിഷയം ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് തൃശൂർ പേരാമംഗലത്തെ പിന്റു മഹാദേവന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പോലീസ് ആ വീട്ടിലേക്കുള്ള മാർച്ച് ബാരിക്കേഡ് വെച്ച് തടയുകയും ബാരിക്കേഡ് തള്ളിമാറ്റി ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് പേരാമംഗലത്ത് നടന്നത്. സമാനമായ പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ ഈ പ്രതിഷേധം പേരാമംഗലത്ത് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലായിടത്തും ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്താനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ പിന്റു മഹാദേവനെ ചർച്ചകളിൽ നിന്ന് ബഹിഷ്കരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു വിഷയത്തിൽ കേരളത്തിനുള്ളിൽ ഇടതുപക്ഷത്തിനും BJPക്കുമെതിരെ ഇത് വലിയ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് രാജ്യവ്യാപകമായി BJPക്കും RSSനുമെതിരെ കാലങ്ങളായി അവർ രാഹുൽ ഗാന്ധിക്ക് നേരെ നടത്തുന്ന ഭീഷണികളുടെ തുടർച്ചയാണിതെന്നും അവരുടെ നയമാണിതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിൽ തന്നെ പ്രതിഷേധമുയർത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ ചർച്ചകളും ചലനങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഇതുവരെ BJPയുടെ പ്രതികരണം വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സംഘപരിവാറിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ പിന്റു മഹാദേവനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. BJPയുടെ നിലപാട് എന്താണ് ഇതിൽ എന്നതും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അറിയേണ്ട കാര്യമാണ്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധം തന്നെ പിന്റു മഹാദേവന്റെ രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശങ്ങളിൽ ഉയരുകയാണ് രാജ്യവ്യാപകമായി. ഈ വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുക്കാത്തതിനെതിരെയാണ് AP അനിൽകുമാർ ഇന്ന് നിയമസഭയിൽ സംസാരിച്ചത്. അതിലേക്ക് കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം പിന്നിടുമ്പോൾ ഈ സഭയിൽ പറഞ്ഞിട്ടില്ല സാർ. അത് പറയാൻ നട്ടെല്ലും തന്റെ ഇടവുമുള്ള ഒരു നേതാവേ രാജ്യത്തുള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളെ സംഘടിപ്പിച്ചും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സാർ. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ ചാനൽ ഇരുന്നുകൊണ്ട് BJPയുടെ ഒരു നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയുവാൻ, ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ തന്റെ ഇടം കാണിക്കാതെ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണകൂടമാണ് സർ. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പരാതി കൊടുത്തിട്ട് ഒന്നല്ല ഒന്നിലേറെ പരാതികൾ വന്നിട്ടുണ്ട് പോലീസിന് മുന്നിൽ. പക്ഷേ കേസെടുത്തിട്ടില്ല പിന്റു മഹാദേവിനെതിരെ. പ്രതിപക്ഷം എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? റോസിറ്റി നോട്ടീസിന്റെ ചർച്ചയ്ക്കിടെയാണ് ഇക്കാര്യം AP അനിൽകുമാർ പരാമർശിച്ചു പോയത്. ഒരു ചാനലിന്റെ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ എങ്കിൽ വെടിയുണ്ട കയറുമെന്ന് പറഞ്ഞ ആൾക്കെതിരെ പരാതി കൊടുത്തിട്ടും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിക്കെതിരെ 10 വർഷത്തിനിടയിൽ ഒന്നും പറയാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് AP അനിൽകുമാർ സഭയിൽ പരാമർശിച്ചത്. ന്യൂസ് 18ലെ ഈ ചർച്ച അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഇതിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ആവർത്തിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി കഴിഞ്ഞു KC വേണുഗോപാൽ. രാജ്യവ്യാപകമായി ഈ വിഷയം ചർച്ചയാക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ഇതുവരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അത്ഭുതം. ബംഗ്ലാദേശിൽ ഗോത്രമേഖലയായ
ഗഗ്രചാരിയിൽ കലാപം. സംഘർഷങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. 13 സൈനികർക്കും 3 പോലീസുകാർക്കും ഉൾപ്പെടെ 20-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആദിവാസി വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ നടന്ന പ്രകടനം അക്രമാസക്തമാവുകയായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് കുട്ടി ബലാത്സംഗത്തിനിരയായത്. ആക്രമിച്ചവർ ബംഗാളി വിഭാഗക്കാരായ 3 പേരാണെന്നാണ് ആരോപണം. അക്രമികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പ്രദേശത്ത് ഇപ്പോഴും കനത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സൈന്യത്തെയും പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ മിഷിഗണിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റിലായിരുന്നു ആക്രമണം. പള്ളിക്ക് തീവച്ച അക്രമിയെ പോലീസ് കൊലപ്പെടുത്തി. ഞായറാഴ്ച പ്രാർത്ഥന നടക്കുന്ന സമയത്തായിരുന്നു പള്ളിയിലെ ഞെട്ടിക്കുന്ന ആക്രമണം. ഡെട്രോയിറ്റിൽ നിന്ന് 50 മൈൽ വടക്കാണ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ്സ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ മുൻവാതിലിലേക്ക് തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന 40-കാരൻ തന്റെ ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ പള്ളിയിലുണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർത്തു. 2 പേർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. തുടർന്ന് ഇയാൾ പള്ളിക്ക് തീയിടുകയായിരുന്നു. 2 പേർ പൊള്ളലേറ്റാണ് മരിച്ചത്. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ പള്ളിയിലേക്കെത്തിയ സുരക്ഷാസേന അക്രമിയെ വെടിവെച്ചു കൊന്നു. There is a couple additional bodies that we've discovered in the church. So that makes our total victim count up to 4 victims. As I said before, there has already been the suspect who is deceased as well. So we have 5 deceased persons from this tragic incident. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെ അപലപിച്ചു. അമേരിക്കയിൽ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും ഇത് വെച്ചുപൊറുപ്പിക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സംഭവത്തിൽ FBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ തോമസ് ജേക്കബ് സാൻഫോർഡ് മുൻ സൈനികനായിരുന്നു. 2004 മുതൽ 2008 വരെ മറൈൻ വെറ്ററനായിരുന്ന ഇയാൾ ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മിഷിഗണിലെ ആക്രമണം നടക്കുന്നതിന് 12 മണിക്കൂർ മുൻപ് നോർത്ത് കരോലിനയിൽ മറ്റൊരു മുൻ സൈനികനും ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തിരുന്നു. ഇതിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിഗൽ എഡ്ജ് എന്ന ഈ അക്രമിയും ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ സൈനികനാണ്. 2 സംഭവവുമായി ബന്ധമുണ്ടോയെന്നും FBI പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ UN-ൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ ഒരു നിർണായക ചുവടുവയ്പുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ വെടിനിർത്തൽ സാധ്യതകളും തള്ളിക്കളഞ്ഞില്ല. I want to start by asking you if you've seen this 21-point peace plan and if you plan to declare support for it at the White House tomorrow. Well, we're working on it, Jackie. It's not been finalized yet, but we're working with President Trump's team, actually as we speak, and I hope we can make it a go because we want to free our hostages. We want to get rid of Hamas rule and have them disarmed, Gaza demilitarized, and a new future set up for Gazans and Israelis alike, and for the whole region. ഇന്ന് ലോക ഹൃദയ ദിനം. മാറ്റിവെച്ച ഹൃദയവുമായി 5 വർഷം പിന്നിടുന്ന സണ്ണി തന്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നു. അസുഖം മൂർച്ഛിച്ചപ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭാര്യ മൂക്കിൽ വിരൽ വെച്ച് നോക്കുമായിരുന്നുവെന്ന് സണ്ണി പറയുന്നു. പടരുന്ന മണിവീണ മൂഹമായി ഹൃദയത്തിൻ്റെ മാഞ്ചം സ്വരരാഗംഗയായി. സണ്ണിയുടെ പാട്ട് ഇടയ്ക്ക് മുറിയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊന്നുമല്ല പാടേണ്ടതെന്നും സണ്ണിക്കും അറിയാം. പക്ഷേ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നൊരു കാലത്തു നിന്നുമാണ് ഈ മനുഷ്യൻ പുതിയ ജീവിതത്തിലേക്ക് നടന്നെടുത്തത്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന തോന്നലിൽ സണ്ണി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. മാറ്റിവെക്കുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയില്ലേ, അത് ഓർക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ വരെയും ഒരു ഞെട്ടലോടുകൂടിയാണ് അവർ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ കിടക്കുകയാണ്, കണ്ണടച്ച് ഉറക്കമില്ല, എപ്പോൾ വേണമെങ്കിലും മരണം വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഇവള് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വൈഫൈ, അവൾ വന്ന് കിടക്കും,
പയ്യെ ഉറങ്ങുമ്പോൾ കൂർക്കമ്പലി നമുക്ക് കേൾക്കാം. ഞാനിങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഞെട്ടിടിക്കും. എന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കൂ, ശ്വാസം ഉണ്ടോന്ന്. എന്നിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ കിടക്കണേ. അത്ര അന്നേരം നമ്മൾ കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ നമുക്കിതറിയാം. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ദൈവത്തിൻ്റെ സയൻസും ജോസ് സാറിനെ സംബന്ധിച്ച് നമുക്ക് ശരി ഇതൊരു ദൈവം പോലെ തന്നെ പുള്ളി. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു സണ്ണിയുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അവയവദാനം എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണെന്ന് തൻ്റെ അനുഭവം തൊട്ട് സണ്ണി സാക്ഷ്യം പറയുന്നു. അവയവങ്ങൾ മരിക്കണതിന് മുമ്പ് മരിക്കുമ്പോഴത്തേക്കും കൊടുക്കണത് തന്നെയാണ് നല്ലത്. അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. 3 തവണ ഈ ആശുപത്രിയിൽ ഹാർട്ട് വരും എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തി. പക്ഷേ അന്നേരമൊക്കെ അവസാന നിമിഷം ആൾക്കാർ പിൻവാങ്ങാം. എന്നിട്ട് 3 തവണ എന്നെ അങ്ങനെ അണുവിമുക്തമാക്കിയിട്ട് കുളിപ്പിച്ചൊക്കെ കിടത്തി. എന്നിട്ട് ഹാർട്ട് കിട്ടിയില്ല. എന്നിട്ട് 3ാമത്തെ തവണയാണ് കിട്ടണത്. നമ്മുടെ കാലശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എത്ര പേരാ ഈ മരണവും കാത്ത്. ഞാനൊക്കെ 2 വർഷത്തോളം മരണവും കാത്ത് നിന്നാണ് ഇത് കിട്ടുന്നത്. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ഒരാൾ മരിക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് ഹാർട്ട് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുമില്ല. തനിക്ക് പുതുജീവിതം നൽകിയ കൊട്ടാരക്കര സ്വദേശി അനുജിത്തിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാടുകൾ വലുതാണ്. തൻ്റെ പ്രതിസന്ധികൾ മറികടന്നാൽ അവരെ കൂടി ഏറ്റെടുക്കണമെന്നതാണ് സണ്ണിയുടെ ആഗ്രഹം. ആരോഗ്യം മെച്ചപ്പെട്ടതോടെ തൻ്റെ മെഡിക്കൽ ഷോപ്പിൽ വീണ്ടും സജീവമായി. ഇഷ്ടമുള്ള പാട്ടുകളും മൂളി ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ചേർത്ത് വയ്ക്കുകയാണ് സണ്ണി എം തോമസ്. ന്യൂസ് 18 കൊച്ചി. ലോക ഹൃദയ ദിനത്തിൽ അപൂർവ ഹൃദയ സംഗമങ്ങൾക്ക് വേദിയായി എറണാകുളം ലിസി ആശുപത്രി. ലിസിയിൽ ഹൃദയ ചികിത്സ തേടിയവരും അവരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അവിസ്മരണീയ കാഴ്ചയായിരുന്നു ലിസി ആശുപത്രിയിൽ ചേർന്ന ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ ഹൃദയ സംഗമം. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവരും അവരെ കൈപിടിച്ചു നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു. ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ വിജയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഒക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. ഓരോ ഹൃദയദിനവും അവസാനിക്കുന്നത് മറ്റൊരു ഹൃദയദിന ബോധവൽക്കരണത്തിന്റെ തുടക്കം കുറിച്ചാണെന്ന് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. നമുക്കറിയാം, ലോക ഹൃദയദിനം ലോകമെമ്പാടും ഒരു സെപ്റ്റംബർ 29 ആചരിക്കുന്നത്. അതായത് ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡപകടങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങളെ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അതിനെ തടയുക, അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. അതൊരു ദിവസം മാത്രമല്ല, അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് 29 സെപ്റ്റംബറിൽ നമ്മൾ ലോക ഹൃദയ ദിനം അവസാനിപ്പിക്കുന്നത്. ഈ ലോക ഹൃദയ ദിനം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത ലോക ഹൃദയ ദിനത്തിൻ്റെ പരിപാടികളുമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും ഞങ്ങളെപ്പോലെയുള്ള NGOസും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും എല്ലാം തുടരുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്ന ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ തടയുക, അതൊരു പരിധിവരെ മാറ്റിവെക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനാചരണങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പ്രാധാന്യം. ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന പത്തനാപുരം സ്വദേശി നൌഫൽ ഖാൻ തന്റെ അനുഭവം പങ്കുവച്ചു. 23-ാം തീയതിയാണ് സർജറിക്ക് വിധേയമായത്. ആൻജിയോപ്ലാസ്റ്റിയിൽ ബൈപ്പാസ് സർജറി തന്നെ പ്രിഫർ ചെയ്യുകയുണ്ടായി. ഉടനെ തന്നെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമെന്ന നിലയിൽ ജോസ് ചാക്കോ ഡോക്ടറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം 23/4/2025 എന്നെ സർജറിക്ക് വിധേയമാക്കി. ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ലക്ഷോറ ആശുപത്രിയിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
ഹൃദയ സംഗമത്തോടനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകളും വിദഗ്ധരുമായുള്ള സംവാദവും നടന്നു. ന്യൂസ് 18 കൊച്ചി. 10 വർഷമായി മറ്റൊരാളുടെ ഹൃദയവുമായി ജീവിക്കുന്ന പെരുമ്പാവൂർ സ്വദേശി ശിവൻ. നാട്ടുകാർ പിരിവെടുത്താണ് ശിവന്റെ ഓപ്പറേഷൻ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ ജീവിതമാർഗത്തിനായി ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. പെരുമ്പാവൂർ കേന്ദ്രമാക്കി ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തുന്ന ശിവൻ 11 വർഷം മുൻപാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ ഭീമമായ ചിലവ് വരുന്ന ചികിത്സകളിലേക്ക് പോകാൻ കഴിവുള്ള ആളുമായിരുന്നില്ല. നാട്ടുകാർ പിരിവെടുത്താണ് ശസ്ത്രക്രിയ നടത്തിയത്. ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ. ബുദ്ധിമുട്ട് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടുണ്ടായി. അങ്ങനെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ വരുമ്പോൾ വലിപ്പിച്ച് അവർ വിടും. വീണ്ടും അപ്പം തന്നെ വീട്ടിൽ വരും, വീണ്ടും വരും. അങ്ങനെയായി ലാസ്റ്റ് കളമശ്ശേരിയിൽ 1 മാസം കിടന്നു. അങ്ങനെ അവർ പറഞ്ഞ മരുന്നില്ല. അവർ വിചാരിച്ച ഇത് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മരുന്നില്ല. ഇനി പ്രത്യേകിച്ച് കൂടി വന്ന 1.5 മാസം ഡോക്ടർ പറഞ്ഞു ജീവിച്ചിരിക്കണം എന്ന്. എൻ്റെ ഭാര്യയുടെ എൻ്റെ അളിയൻ്റെ വെച്ചു. അങ്ങനെ എൻ്റെ അളിയൻ വന്ന് സാറിന് ഒന്ന് എഴുതി തരാൻ പറഞ്ഞു, ജോസ് സാറിന്. അങ്ങനെ ജോസ് സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരും പോയി. അന്ന് സാറ് പറഞ്ഞു അന്ന് അവിടെ കിടത്തിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോക്കടെ കല്യാണം പിറ്റേന്ന് വെച്ചത്. അപ്പോൾ സാറ് അന്ന് വിടാമെന്ന് പറഞ്ഞു. വീട്ടിൽ പിറ്റേന്ന് 6 മണിയായപ്പോൾ സാറ് വിട്ടെങ്കിലും വീട് വരെ എത്തിയിട്ട് വീണ്ടും എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വന്ന് വീണ്ടും വന്ന് അവിടെ നിന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും വന്ന്. അങ്ങനെ ഒരു 10-15 ദിവസം അവിടെ ലിസി കിടന്നു. അപ്പോൾ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞ് ഇനിയപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. സാറിൻ്റെ അടുത്ത് അവിടെ പോന്നു. കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഇത് കിട്ടിയിരിക്കുന്നത്. ഇടുക്കി സ്വദേശിയായ തോമസ് വർഗീസിൻ്റെ ഹൃദയമാണ് ശിവനിൽ സ്പന്ദിക്കുന്നത്. തോമസ് വർഗീസ് ആരാണെന്നോ എന്താണെന്നോ ശിവൻ ഇപ്പോഴും അറിയില്ല. ഒരു നല്ല മനുഷ്യൻ്റെ കുടുംബമെടുത്ത നിർണായക തീരുമാനത്തിലൂടെ താൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമറിയാം. 44-ാം വയസ്സിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മരുന്നും പരിശോധനയുമെല്ലാം ഇപ്പോഴും തുടരുന്നു. കുടുംബത്തെ പുലർത്താൻ ഇപ്പോൾ ലോട്ടറി വിൽപ്പനയാണ്. ന്യൂസ് 18 കൊച്ചി. അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ തന്നെ ഇതിന്റെ മറവിൽ നടക്കുന്ന മനുഷ്യക്കടത്തും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവയവക്കടത്തിനായി ഒരു വലിയ മാഫിയ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. രാജ്യാന്തര അവയവക്കടത്ത് മാഫിയയിലെ പ്രധാന കണ്ണിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടിയതും പിന്നീട് പുറത്തുവന്ന വിവരങ്ങളും ഏറെ ഞെട്ടിക്കുന്നതാണ്. 2024 മെയ് 18-നാണ് ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവയവക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണി നാസർ സാബിത്തിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അവയവക്കടത്തിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവയവദാതാവാകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടയാളാണ് താനെന്നാണ് സാബിത്ത് നാസർ പോലീസിന് നൽകിയ മൊഴി. ഈ മേഖലയിൽ നല്ല പണം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ സാബിത്ത് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയുമായി. 2019-ലാണ് സ്വന്തം വൃക്ക നൽകി സാബിത്ത് പണം കൈപ്പറ്റിയത്. എന്നാൽ അവയവങ്ങൾ നൽകാൻ തയ്യാറുള്ളവരെ ബന്ധപ്പെടുത്തി നൽകിയാൽ നല്ല പണം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ സാബിത്ത് പിന്നീട് ഏജന്റായി മാറുകയുമായിരുന്നു. കൂടുതൽ സമയവും ഇറാനിൽ താമസമാക്കി. അവിടെ ഫരീദി ഖാൻ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ നടപടികളുമായി 20 ദാതാക്കളെ വരെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്തു എന്നാണ് സാബിത്ത് പോലീസിനോട് വെളിപ്പെടുത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പ്രലോഭിപ്പിച്ചാണ് മാഫിയ സംഘം അവയവ കച്ചവടം നടത്തുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി തിരികെ വരുമ്പോഴാണ് സാബിത്ത് നാസർ അറസ്റ്റിലാകുന്നത്. പ്രതിയുടെ മൊഴിപ്രകാരം ഇറാനിലേക്ക് കടത്തിയ 20 പേരിൽ 19 പേരും ഹൈദരാബാദ്, ബംഗളൂരു സ്വദേശികളാണ്. കേസിലെ മറ്റൊരു പ്രതിയായ മധു കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇറാനിലാണ്.
അവിടെ നിന്നുമാണ് ഇയാൾ അവയവക്കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ മറവിൽ മധു കോടികളുടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മധു വിദേശത്തായതിനാൽ അന്വേഷണ സംഘത്തിന് ഇയാളെ പിടികൂടാനായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി അവയവദാതാക്കളെ കണ്ടെത്തുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ ബെല്ലംകൊണ്ട രാമപ്രസാദാണ്. ഇയാളെയും കൂട്ടാളി സജിത് ശ്യാമിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാമമാത്രമായ തുക ദാതാവിന് നൽകി സ്വീകർത്താവിൽ നിന്നും ഇരട്ടിത്തുക കൈപ്പറ്റിയാണ് മാഫിയ സംഘങ്ങൾ ലാഭം കൊയ്യുന്നത്. പണം വാങ്ങി അവയവം നൽകുന്നത് നിയമപരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പലരിൽ നിന്നും വൃക്ക കരസ്ഥമാക്കിയതെന്നും പോലീസ് പറയുന്നു. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. നെടുമ്പാശ്ശേരി പോലീസിൽ നിന്നും കേസ് ഏറ്റെടുത്ത NIA ഓഗസ്റ്റ് 18-ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വലപ്പാട് സ്വദേശി സാബിത് നാസർ, കളമശ്ശേരി സ്വദേശി സജിത് ശ്യാം, വിജയവാഡ സ്വദേശി പ്രതാപൻ എന്ന ബെല്ലംകൊണ്ട രാമപ്രസാദ്, നിലവിൽ ഒളിവിൽ കഴിയുന്ന കൊച്ചി സ്വദേശി മധു ജയകുമാർ എന്നിവർക്കെതിരെയാണ് കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം നൽകിയെങ്കിലും കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്താൻ അന്വേഷണം തുടരുമെന്നും NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അവയവദാനം മഹാദാനം തന്നെയാണ്. എന്നാൽ അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കെണികളും ചതികളും കാണാതെ പോകരുത്. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. MSC എൽസ കപ്പലപകടത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മത്സ്യത്തിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. എറണാകുളം, കൊല്ലം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ CMFRI ആണ് പരിശോധന നടത്തിയത്. അപകടത്തെ തുടർന്ന് വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരുന്നു. 1400 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായിരുന്നതായും മന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് 10.55 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകിയതായും സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച തുടരുകയാണ്. ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ ആരോപിച്ചു. നികുതി പിരിവിൽ സർക്കാർ പരാജയമാണ്. GST വളർച്ചയിൽ 2.5% കുറവ് വന്നതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതിന്റെ എല്ലാം കാരണം ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനത്തിലെ പോരായ്മകളാണ് നമുക്ക് കാണാൻ കഴിയും. നികുതി പിരിവിൽ സർക്കാരിനുണ്ടാകുന്ന പരാജയം പലയാവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2020 സ്വർണത്തിലുണ്ടായിരുന്ന വില ഇപ്പോൾ ഇരട്ടിയായെങ്കിലും സ്വർണത്തിൽ നിന്നും നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഇതിൽ മാത്രം വീണ്ടും അതേപടി നിലനിൽക്കണം. അതിന്റെ അർത്ഥം സ്വർണത്തിന്റെ വിൽപ്പന കുറഞ്ഞു എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം ഈ നികുതി പിരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ സർക്കാർ ഏറ്റവും കൂടുതൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിഞ്ഞ ബാറുകളാണ്. ബാറുകൾ 177 ഇവർ പുതിയതായി വന്നതിന് ശേഷം തുടങ്ങി. ലിക്കറിന്റെ വിലയും അവര് ധാരാളമായി കൂട്ടി. ബാറിന്റെ നികുതിയുടെ കാര്യത്തിൽ, ലിക്കറിന്റെ നികുതിയുടെ കാര്യത്തിൽ സെയിം അവസ്ഥയാണ് സർ. പഴയ തറവാട്ടുകാരെ പോലെ സർക്കാർ മേനി നടിക്കുന്നുവെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണ്, നമ്മൾ വെറുതെ പറയുന്നതാണ് സർ. എന്നാ പിന്നെ നാട്ടിലുള്ള കുറെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മര്യാദക്ക് ചെയ്തുകൂടെ? കോൺട്രാക്ടർമാർക്കുള്ള ബില്ലാണ് കൊടുത്തൂടെ ധനകാര്യമന്ത്രി? എന്തിനെത്ര ഉഷാറാണെങ്കിൽ ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കും, ബില്ല് കൊടുക്കാത്തതുകൊണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. എന്താ എന്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? അതൊക്കെ ഒന്ന് കൊടുത്തൂടെ? ഒന്നും കൊടുക്കുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാം വളരെ മോശമാണ് കാര്യങ്ങൾ. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. സാമൂഹ്യക്ഷേമ പെൻഷനും ലൈഫ് മിഷനും ഉന്നയിച്ച ഭരണപക്ഷാംഗങ്ങൾ കേരളം പാവങ്ങളെ ചേർത്ത് പിടിക്കുകയാണെന്നും സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ വൈദഗ്ധ്യം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നതെന്നും ചർച്ചയിൽ ഉന്നയിച്ചു. ഏഷ്യ കപ്പിലെ ജയത്തിനു ശേഷം നാടകീയ രംഗങ്ങൾ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവിയും പാക് മന്ത്രിയുമായ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ടീം തയ്യാറായില്ല. നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നതോടെ ട്രോഫിയും മെഡലുകളും മോഹ്സിൻ നഖ്വി ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി. ഇതിനെതിരെ BCCI ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ട്രോഫിയുമായി ഗ്രൗണ്ട് വിട്ടതിനെതിരെ ICCയിൽ പരാതി നൽകുമെന്ന് സെക്രട്ടറി ദേവജിത് സൈക്കിയ വ്യക്തമാക്കിയിട്ടുണ്ട്. So far as the trophy is concerned, trophy distribution, India cannot take the trophy from the person who is waging a war against our country. So we have taken a decision not to accept the trophy, but that does not allow that gentleman to take over the trophy and the medals to his hotel.
This is unexpected, very childish in nature, and we'll lodge a very strong protest with ICC in the forthcoming ICC meeting to be held in Dubai in the first week of November. ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു അനുഭവമെന്നും ജയിച്ച ടീമിന് ട്രോഫി നൽകാത്തത് അനീതിയാണെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രതികരിച്ചു. യഥാർത്ഥ ട്രോഫി തനിക്കൊപ്പമുള്ള താരങ്ങളാണെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു. I think this is one thing which I have never seen since I started playing cricket, since I started following cricket, that a champion team is denied to get a trophy. I mean, that to a hard-earned one. It's not like आसानी से हो गया सब, but it was a hard-earned tournament. We were here since 4th, played a game today, 2 back-to-back good games in 2 days. I feel we deserved it, and I can't say anything more. I think I have summed it up really well. And if you tell me about the trophies, my trophies are sitting in my dressing room. All the 14 guys with me, all the support staff. Those are the real trophies who I have been big fan of throughout this journey of Asia Cup since we came here and we played this tournament. We started our preparations. I think those are the real trophies, real moments which I am taking back as lovely memories, which will stay with me forever going forward, and that's all. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റ്. എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. എൽദോ, ഇത് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു കപ്പ് നേടുകയാണെങ്കിൽ അത് മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന്. പക്ഷേ പകരം സംവിധാനം ഏർപ്പെടുത്താതെ ട്രോഫിയും മെഡലുകളുമായി ഗ്രൗണ്ട് വിടുകയായിരുന്നുവല്ലോ മൊഹ്സിൻ നഖ്വി ചെയ്തത്. വലിയ വിമർശനം ഇതിനെതിരെ ഉയർന്നിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും മഞ്ജുഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മത്സരം അവസാനിച്ചു, ഇന്ത്യൻ താരങ്ങൾ കളിക്കളത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, ആഘോഷം നടത്തുമ്പോൾ പാകിസ്ഥാൻ ടീം അംഗങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തിയില്ല. അവർ ആദ്യം തന്നെ പ്രസന്റേഷൻ സെറമണി വഹിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന മൊഹ്സിൻ നഖ്വി അവിടെ പ്രസന്റേഷനായി എത്തിയെങ്കിൽ പോലും ഏതാണ്ട് 1 മണിക്കൂർ വൈകി പാകിസ്ഥാൻ ടീം ആ പ്രസന്റേഷൻ നടക്കുന്ന ഏരിയയിലേക്ക് എത്താൻ വേണ്ടി. അതുവരെ കാത്തുനിന്നു ഇന്ത്യയുടെ ആരാധകർ, ഒപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളും. ഈ സമയത്താണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത്, ഒരിക്കൽ കൂടി ആവർത്തിച്ചത് മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ഈ ട്രോഫി ഏറ്റുവാങ്ങിയില്ല എന്നുള്ളത്. അവിടെ മാൻ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി അവിടെ തിലക്. അതിനപ്പുറത്തേക്ക് മറ്റ് പുരസ്കാരങ്ങളൊക്കെ, വ്യക്തിഗത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനൊപ്പം തന്നെ ഈ മെയിൻ ട്രോഫി, പ്രധാനപ്പെട്ട ഏഷ്യ കപ്പിൻ്റെ ചാമ്പ്യൻ ട്രോഫി, അത് ഏറ്റുവാങ്ങുന്നില്ല നഖ്വിയിൽ നിന്ന് എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. പക്ഷേ ആ തീരുമാനത്തോട് വിയോജിക്കുകയായിരുന്നു ACC ചെയർമാൻ കൂടിയായിട്ടുള്ള പാക് മന്ത്രിയായിട്ടുള്ള മൊഹ്സിൻ നഖ്വി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ ടീം അംഗങ്ങൾക്കുള്ള മെഡൽ ഉൾപ്പെടെ അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്, ഇത് വെറുതെ കിട്ടിയ ട്രോഫിയും മെഡലുമല്ല, അത് അത്യധ്വാനം ചെയ്ത് കിട്ടിയതാണ്, അത് ലഭിക്കാത്തത് നിരാശാജനകമാണെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. BCCI എന്താണെങ്കിലും ഇതിൽ ശക്തമായ രംഗത്തെത്തിയിട്ടുണ്ട്. ICCയിൽ കാര്യമായി ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുക എന്നുള്ളതാണ് BCCയുടെ തീരുമാനം. ഈ തീരുമാനത്തിനനുസരിച്ച് നവംബറിൽ നടക്കുന്ന ICC യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനാണ് ആലോചന BCCയുടെ ഭാഗത്തുനിന്ന്. BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ തൊട്ടു മുമ്പ് വ്യക്തമാക്കിയതും ഇക്കാര്യം തന്നെയാണ്. എന്താണെങ്കിലും വലിയ പിന്തുണ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ മൊഹ്സിൻ നഖ്വിയുടെ ആ തീരുമാനം, അതായത് ഒരുപക്ഷെ ആ ട്രോഫി കൈമാറാതെ മാറി നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ഇത്രയും വിമർശിക്കപ്പെടുകയില്ലായിരുന്നു. പക്ഷേ അതിനു പകരം ട്രോഫിയുമായി അദ്ദേഹം പോകുന്നു, ഒപ്പം മെഡലുകളുമായി പോകുന്നു. അത് ഒരു തരത്തിലും സാധൂകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും BCCIയുടെയും ഇന്ത്യൻ ആരാധകരുടെ നിലപാട്. മഞ്ജുഷ്, ശരി, ഇതാണ് സംഭവിച്ചത്. ഇന്ത്യൻ ടീമിന്റെ ട്രോഫിയും മെഡലുകളുമായി മൊഹ്സിൻ നഖ്വി, പാകിസ്ഥാനിലെ മന്ത്രിയുമാണ്, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ കൂടിയാണ്. മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങുകയില്ല എന്ന് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഒടുവിൽ സംഭവിച്ചത് ട്രോഫിയും മെഡലുമായി മൊഹ്സിൻ നഖ്വി ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് പരാതി നൽകാൻ പോകുന്നത് BCCI. മലപ്പുറം ജില്ലയിലെ പൗരാണിക ക്ഷേത്രങ്ങളിലൊന്നാണ് വാണിയമ്പലം ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രം. വാണിയുടെ അമ്പലമുള്ള ഇടമാണത്രേ വാണിയമ്പലമായത്. പാറയും പാറയിലെ അമ്പലവും അമ്പലത്തിനടുത്തുള്ള വേനലിലും വറ്റാത്ത കുളവും കിണറും വിശ്വാസികൾക്ക് ഭക്തിക്കതീതമായ അനുഭവമാണ്. വാണിയമ്പലം പാറയും പാറയ്ക്ക് മുകളിലെ ത്രിപുരസുന്ദരി ദേവീക്ഷേത്രവുമെല്ലാം വേറിട്ട ഒരു അനുഭവമാണ്.
പാറയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ പച്ച പതിച്ചു കിടക്കുന്ന നിലമ്പൂർ കാടുകളും സൈലന്റ് വാലിയുടെ ഭാഗമായ വനങ്ങളും കാണാം. സദാ വീശിയടിക്കുന്ന കാറ്റ് ചൂടിന് ആശ്വാസമേകും. പാറയ്ക്ക് മുകളിലെ ത്രിപുരസുന്ദരി ക്ഷേത്രത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഏതു വേനലിലും വറ്റാത്ത കുളവും കിണറുമാണ് ഇവിടുത്തെ വിസ്മയം. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു പൂജാരി ക്ഷേത്രത്തിൽ പൂജിക്കുന്ന സമയത്ത് അന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. അപ്പോൾ നേദ്യം വെച്ചതിന് ശേഷം താഴെ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ പോയി. അപ്പോൾ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും നേദ്യം കരിഞ്ഞു പോയി. അപ്പോൾ കരിഞ്ഞു പോയപ്പോൾ അത് ദേഷ്യത്തോടെ ആ ചട്ടിയും ഉരുളി എടുത്തെറിഞ്ഞു. അപ്പോൾ എറിഞ്ഞ സ്ഥലത്ത് ഒരു കുളം രൂപപ്പെട്ടു. അതിന് ഉരുളി കുളം എന്ന് പറയും. ചട്ടുക എറിഞ്ഞ സ്ഥലത്ത് ഒരു ചട്ടക്കുളം ഉണ്ടായി. അങ്ങനെയാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്. ആ തീർത്ഥം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. വെള്ളം പറ്റില്ല എല്ലാ കാലത്തും, ഏത് വേനൽക്കാലത്തുണ്ടോ. ത്രിപുരസുന്ദരി രൂപത്തിലാണ് പ്രതിഷ്ഠ. വിഷ്ണുവും ഗണപതിയും നാഗദേവതകളുടെ പ്രതിഷ്ഠകളുമുണ്ട്. നവരാത്രികാലം ഏറെ വൈശിഷ്ട്യമാർന്നതാണ് ക്ഷേത്രത്തിന്. നവരാത്രിക്ക് ഇവിടെ ദേവി ഭാഗവത നവയജ്ഞം നടക്കുന്നുണ്ട് 9 ദിവസങ്ങളായിട്ട്. അത് വിജയദശമീൻ്റെ തൊട്ട് 9 ദിവസമായിട്ടാണ് നടക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നവരാത്രി ആഘോഷം ഉണ്ട്. പിന്നെ വിജയദശമി ദിവസം കുട്ടികളുടെ എഴുത്തിനിരുത്തൽ എല്ലാം ഉണ്ട്. പാറയെ ചുറ്റിയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത. പാതയുടെ നിർമ്മാണ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഇവിടുത്തെ ജലസാന്നിധ്യം മനസ്സിലാക്കിയത്. പാറ പൊട്ടിക്കുന്നത് അപകടമാകുമെന്ന് കണ്ട് അവർ പാറയുടെ ഒരു വശത്തിലൂടെ പാത നിർമ്മിച്ചു. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ തൊഴാനായിട്ട് വരുന്നുണ്ട്. രാവിലെ 6 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുക. വൈകിട്ടും തുറക്കും. വൈകിട്ട് 5:30 മുതൽ 6:30 വരെ. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ആളുകളുടെ വരവ് ക്ഷേത്രത്തിന്റെ സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നിശ്ചിത സമയം വരെയേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. നമ്മൾ ചെറിയൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ഒരു ഏരിയ വെച്ചിട്ട് ആ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. നല്ല രീതിയിൽ വന്ന് കണ്ട് പോകാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഭക്തർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഇവിടെ സന്ദർശിച്ചു പോകാം. ഇപ്പോൾ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ഇവിടെ ശ്രീകോവിലടക്കം നിർമ്മിച്ചിരിക്കുന്നത്. ഏറെ വൈകാതെ നിർമ്മാണങ്ങൾ പൂർത്തിയാകും. പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 വർഷത്തെ സമയം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ അതിൽ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം മുഴുവനായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അത് നമ്മളെ വെട്ടുകല്ലിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തറയുടെ പണി കഴിഞ്ഞു. ചുറ്റമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വർക്കുകൾ ഒരു 90% കഴിഞ്ഞു. അതിൻ്റെ മരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തറേൻ്റെ ഭിത്തിൻ്റെ പണിയാണ്, ചുറ്റമ്പലത്തിൻ്റെ ഭിത്തിൻ്റെ പണിയാണ് നടക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ വന്ന് വാണിയമ്പലത്തിറങ്ങുക. റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്റർ അകലെയാണ് പാറ. ക്ഷേത്രത്തിന് തൊട്ടു താഴെ വരെ വാഹനങ്ങളെത്തും. വിശ്വാസികൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. അല്ലാത്തവർക്ക് പ്രകൃതിയെ ആസ്വദിക്കാം. വാണിയമ്പലം പാറയും ഈ ക്ഷേത്രവും ഒരിക്കലെങ്കിലും വരേണ്ട ഇടങ്ങളിലൊന്നു തന്നെയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.